ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിന്റെ മാത്തമാറ്റിക്സിന്റെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. മാത്സിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുകൾ 5 മുതൽ 7 വരെയുള്ള ചാപ്റ്ററുകളാണ്. 5ാമത്തെ ചാപ്റ്ററായ ഇറ്റ് ഈസ് സ്പ്രിങ്, അതുപോലെ 6 ഫ്രണ്ട്സ് ഇൻ ഷെൽഫ്, 7 മോർ ആൻഡ് ലെസ്. ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക, അതിന്റെ ആക്ടിവിറ്റീസ് എല്ലാം നോക്കുക. അതോടൊപ്പം നമ്മൾ ഇനി പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായിട്ട് പഠിക്കുക. നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ആക്ടിവിറ്റി 4 റോസ് ആപ്പിൾ ആൻഡ് ഗുവ. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ. ടോട്ടൽ നമ്പർ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കാണും. ഗിവൺ ടു ആമി ആൻഡ് ജാനി ടു ഈറ്റ്. ജാനിക്കും ആമിക്കും കഴിക്കാൻ കൊടുത്തു. നോക്കിയേ, ജാനി ഗുവ 8 എണ്ണം, റോസാപ്പിൾ 6 എണ്ണം. അപ്പൊ പേരയ്ക്ക 8, റോസാപ്പിൾ 6 ജാനിക്ക്. ആമിക്ക് ഗുവ 12 എണ്ണം, റോസാപ്പിൾ 7. എങ്കിൽ ടോട്ടൽ എത്ര ഗുവ ആണ്? ജാനിയുടെ 8ഉം ആമിയുടെ 12ഉം ചേർത്ത് 8നോട് 12 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. അപ്പൊ ടോട്ടൽ 20. ഇതുപോലെ നിങ്ങളും ചെയ്ത് എഴുതണം. അപ്പം 20 എന്ന് അവിടെ എഴുതുമല്ലോ. ഇനി റോസാപ്പിൾ നോക്കാം. ജാനി 6, 6 ജാനിക്ക് കിട്ടിയത്. ആമി 7 ആണ് ആമിക്ക് കിട്ടിയത്. അപ്പോൾ 7ഉം 6ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 + 7 = 13. 13 ആണല്ലേ കിട്ടുന്നത്. അതവിടെ എഴുതണം, 13 എന്ന് എഴുതണം. ടേക്കൺ ഹോം, അവര് വീട്ടിലേക്ക് കൊണ്ടുപോയതിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ജാനി ഗുവ 9, ആമിയും 9 തന്നെയാണ്. ജാനി റോസാപ്പിൾ എത്ര എണ്ണം വീട്ടിലേക്ക് കൊണ്ടുപോയി? 5 എണ്ണം. ആമിയോ റോസാപ്പിൾ 9 എണ്ണം വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ടോട്ടൽ നമുക്ക് കൂട്ടി എഴുതിയാലോ? ഗുവ എത്ര എണ്ണമാണ്? പേരയ്ക്ക ജാനി 9, ആമി 9. അപ്പൊ ടോട്ടൽ എത്രയാ? 9 + 9 = 18. അപ്പൊ ടോട്ടലിന്റെ അവിടെ 18 എന്ന് എഴുതണം. അടുത്ത റോസാപ്പിൾ നോക്കാം. ജാനി 5 ആണ്, ആമി 9 ആണ്. അപ്പൊ ടോട്ടൽ എത്ര കിട്ടും? 5 + 9 എത്ര കിട്ടും? 14 എന്ന് അവിടെ എഴുതുമല്ലോ. ഇനി താഴെയായിട്ടൊരു ചോദ്യം കൂടിയുണ്ട്. ജാനി ate only 3 ഗുവാസ് ഔട്ട് ഓഫ് ഗിവൺ 8. How many ഗുവാസ് ലെഫ്റ്റ്? ജാനി എന്ത് ചെയ്തു? കിട്ടിയ 8 എണ്ണത്തിൽ നിന്ന് 3 എണ്ണം മാത്രമേ കഴിച്ചുള്ളൂ. എങ്കിൽ എത്ര എണ്ണം ബാക്കി വന്ന് കാണും? നമുക്ക് താഴെ ബോക്സിലായിട്ട് എഴുതാം. അവിടെ കോളം തന്നിട്ടുണ്ട്. ഗിവൺ ടു ഈറ്റ്, എത്ര എണ്ണമാണ് കഴിക്കാൻ കൊടുത്തത്? 8 എണ്ണം. ഗുവാസ് ഈറ്റൺ, എത്ര എണ്ണം കഴിച്ചു ജാനി? 3 എണ്ണം. അപ്പൊ അവിടെ 3 എഴുതണം. ഗുവാസ് ലെഫ്റ്റ്, എങ്കിൽ എത്ര പേരൊക്കെ ബാക്കി വന്ന് കാണും? ജാനിയുടെ കയ്യില് കൊടുത്തത് 8 ആണ്, ജാനി കഴിച്ചത് 3 ആണ്. അപ്പോൾ 8 - 3 = 5 എന്ന് എഴുതണം അല്ലേ? 8ൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 5. അപ്പൊ അവിടെ 5 എന്ന് എഴുതുമല്ലോ. ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും കാണും. അപ്പൊ ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും നന്നായിട്ട് അറിഞ്ഞിരിക്കുക. നമുക്ക് ഇതുപോലുള്ള വേറൊരു ചോദ്യം നോക്കാം. ചിത്രം കണ്ടല്ലോ. ചിത്രത്തിൽ എന്താ? പാരറ്റ്സ് ആണ്. നോക്കി, കുറച്ച് ചോദ്യങ്ങൾ താഴെയുണ്ട്. ഹൗ മെനി പാരറ്റ്സ്? എത്ര പാരറ്റ്സുകളുണ്ട്? എത്ര തത്തകളുണ്ട്? എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7 8 9 10. 10 തത്തകളുണ്ട് അല്ലേ? അപ്പോൾ 10 എന്ന് അവിടെ എഴുതണം. ഹൗ മെനി പാരറ്റ്സ് ആർ ഈറ്റിംഗ് ഗുവ? എത്ര പാരറ്റ്സുകളാണ്, എത്ര തത്തകളാണ് പേരയ്ക്ക കഴിക്കുന്നത്? എത്ര പേരാണ് പേരയ്ക്ക കഴിക്കുന്നത്? നോക്കിയേ, എത്ര പേര് പേരയ്ക്ക കഴിക്കുന്നു? 6 പേരാണ് അല്ലേ? അപ്പൊ അവിടെ 6 എന്ന് എഴുതുക. അടുത്ത ചോദ്യം നോക്കിയേ. 3 more parrots joined the group. ഇവരുടെ ഈ പാരറ്റ്സിന്റെ ഗ്രൂപ്പിലേക്ക് 3 പുതിയ തത്തകൾ കൂടി വന്നു. How many parrots now? എങ്കിൽ ഇപ്പോൾ എത്ര തത്തകളുണ്ട്? 10ന്റെ കൂടെ 3ഉം കൂടി കൂട്ടണം. അപ്പോൾ 11 12 13. അപ്പൊ എത്ര തത്തകളായി? 13 എന്നവിടെ എഴുതണം. To make 20 parrots, how many more parrots should come? എങ്കിൽ 20 തത്തകളാകാൻ ഇനി എത്ര തത്തകൾ കൂടി വരണം? ഇപ്പോൾ 13 ഉണ്ട് അല്ലെ? 13 ഉണ്ട്. 13ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 20 ആകുമെന്ന് പറഞ്ഞു നോക്കണം. അപ്പൊ എത്ര കൂട്ടേണ്ടി വരും? 7 കൂടി കൂട്ടിയാൽ 20 ആകും. അപ്പൊ ആൻസർ 7 എന്നവിടെ എഴുതണം. അടുത്ത ചോദ്യം നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. താഴെ കുറച്ച് സംഖ്യാശ്രേണികൾ തന്നിരിക്കുന്നത് കാണാമല്ലോ. ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും കാണും. 1ാമത്തെ നമ്പർ സീരീസ് നോക്കിയേ. 60 50 40. ബാക്കി നമ്മൾ എഴുതണം. അപ്പൊ 60 50 40. എത്രയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്? 60യുടെ കൂടെ എന്ത് ചെയ്തിരിക്കുകയാണ്? 10 കുറച്ചിരിക്കുകയാണ്. അപ്പൊ 50 കിട്ടി. 50യിൽ നിന്ന് വീണ്ടും 10 കുറച്ച് 40 കിട്ടി. അപ്പോൾ 40യിൽ നിന്നും വീണ്ടും 10 കുറച്ച് 30, 30യിൽ നിന്ന് വീണ്ടും 10 കുറച്ച് 20, 20യിൽ നിന്ന് വീണ്ടും 10 കുറച്ച് 10. അതുപോലെ അടുത്ത സീരീസ് നോക്കൂ. അടുത്ത സീരീസിൽ എന്താണ്? 5 10 15
അടുത്തു വരുന്ന നമ്പർ ഏതായിരിക്കും? 5 കഴിഞ്ഞ് 10 വന്നു, അപ്പൊ 5 കൂടി. 10 കഴിഞ്ഞ് 15 വന്നു, അപ്പൊ വീണ്ടും 5 കൂടി. അപ്പോ എന്തായിരിക്കും അടുത്ത് വരുന്ന നമ്പർ? 5 കൂട്ടി 20, 20യുടെ കൂടെ 5 കൂട്ടി 25, 25ന്റെ കൂടെ 5 കൂട്ടി 30. അടുത്ത സീരീസ് നോക്കിയേ, 6, 8, 10. അപ്പോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 2 വീതമാണ് കൂടുന്നത്. നിങ്ങൾ പറഞ്ഞു നോക്കണം. 6ന്റെ കൂടെ 7 കിട്ടും, അപ്പൊ 2 കൂട്ടി. വീണ്ടും 8ന്റെ കൂടെ 2 കൂട്ടി 10. അടുത്ത നമ്പർ ഏതായിരിക്കും വരുന്നത്? 10 + 2 12, 12 + 2 14, 14 + 2 16. അടുത്ത സീരീസ് നോക്കാം. 4th സീരീസ് 30, 40, 50. 30, 40, 50. 30നോടൊപ്പം 10 കൂട്ടി 40, 40നോടൊപ്പം 10 കൂട്ടി 50, 50നോടൊപ്പം 10 കൂട്ടുമ്പോൾ 60, 60നോടൊപ്പം 10 കൂട്ടുമ്പോൾ 70, 70നോടൊപ്പം 10 കൂട്ടുമ്പോൾ 80 ആണല്ലോ. അപ്പോൾ ഇതിനോടൊപ്പം പറയാനുള്ള കാര്യം ഓഡ് നമ്പേഴ്സിനെ കുറിച്ച് അറിയണം. 1, 3, 5, 7, 9 അങ്ങനെ പോകുന്ന ഓഡ് നമ്പേഴ്സ്, അതായത് 1 നിന്ന് തുടങ്ങി 2 വീതം കൂടി കൂടി പോകുന്നു. Odd numbers 1, 3, 5, 7, 9, 11, etc. Even numbers 2, 4, 6, 8, 10, 12, etc. Adding tens 10 വീതം കൂട്ടി കൂട്ടി പോകുന്നു. 10, 20, 30, 40, 50, 60, 70, 80, 90, 100. Adding fives 5, 10, 15, 20, 25, 30, 35, 40, 45, 50 അങ്ങനെ പോകുന്നു. അപ്പം ഇങ്ങനെ ആഡ് ചെയ്യാം. ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ടെന്നുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ, ഫൈവ്സുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ പഠിച്ചിരിക്കണം. അടുത്ത് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് കളർ ചെയ്യാനുള്ള ചോദ്യം. കളർ ദ പിക്ചർ സ്യൂട്ടബിളി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, അവിടെ ഒരു ചിത്രം കാണാം. ആ പിക്ചർ കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ കുറച്ച് ഹിൻസുകളുണ്ട്. ഫൈൻഡ് ദ ആൻസേഴ്സ് ആൻഡ് കളർ ദ പിക്ചർ സ്യൂട്ടബിളി. താഴെ തന്നിരിക്കുന്ന ആൻസേഴ്സ് കണ്ടുപിടിച്ച് അതനുസരിച്ച് കളർ ചെയ്യാൻ പറയുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ടീച്ചർ നിർദ്ദേശം തരുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾ കളർ ചെയ്യുക. നമുക്ക് നോക്കാം. 8 - 2. 8ൽ നിന്നും 2 പോയാൽ എത്ര കിട്ടും? 8 - 2 = 6 ആണ് അല്ലേ? 8 - 2 6 ആണ്. അപ്പൊ 6 എന്ന് അവിടെ എഴുതണം. ഈ ചിത്രത്തിൽ 6 തന്നിരിക്കുന്ന ഭാഗത്ത് ഏത് കളർ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? റെഡ്, ചുവപ്പ് കളർ കൊടുക്കണം. അടുത്തത് നോക്കൂ. 14 - 7. 14ൽ നിന്ന് 7 പോയാൽ എത്ര കിട്ടും? 7 ആണ് കിട്ടുന്നത്. 7 വരുന്ന ഭാഗമെല്ലാം യെല്ലോ കളർ കൊടുക്കണം. 9 - 5. 9ൽ നിന്നും 5 പോയാൽ എത്ര കിട്ടും നമുക്ക്? 4 ആണ്. അപ്പൊ 4 വരുന്ന ഭാഗമെല്ലാം ബ്ലൂ കളർ കൊടുക്കണം. 7 - 2. 7 - 2 5 ആണ്. തന്നിരിക്കുന്ന റോബോട്ടിന്റെ ചിത്രത്തിൽ 5 വരുന്ന ഭാഗത്ത് ഗ്രീൻ കളർ കൊടുക്കുമല്ലോ. ഇനി അടുത്ത് നോക്കൂ. 6 - 3. 6ൽ നിന്നും 3 കുറച്ചാൽ എത്ര കിട്ടും? 3 ആണ്. 3 വരുന്ന ഭാഗത്തെല്ലാം ബ്ലാക്ക് കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് അതിൽ നിന്ന് ആൻസറുകൾ ചെയ്യാനും കാണും, അതുപോലെ ചിത്രത്തിന് കളർ ചെയ്യാനും കാണും. അപ്പോ അതിൽ നിന്നും ഉത്തരങ്ങൾ കണ്ടെത്തി കളർ ചെയ്യുമല്ലോ. വേറൊരു മുൻവർഷ ചോദ്യം നോക്കാം. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ആക്ടിവിറ്റി 8. ഹൂ ഇസ് ദ വിന്നർ? ആരാണ് വിജയി? റൈറ്റ് ദ സം ബൈ ആഡിങ് ഈച്ച് സെറ്റ്. ഓരോന്നിന്റെയും സം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തുക കണ്ടെത്താൻ. ഓരോ സെറ്റിന്റെയും തുക കണ്ടെത്തുക. അവിടെ ഒരു ആൺകുട്ടിയും 2 പെൺകുട്ടികളുമുണ്ട്. ആമി ഗ്രീൻ 10, റെഡ് 10, യെല്ലോ 10, വൈറ്റ് 3. ആമിക്ക് എത്ര മുത്തുകളാണ് കിട്ടിയത്? മൊത്തം പച്ച 10 എണ്ണം, ചുവപ്പ് 10 എണ്ണം, യെല്ലോ 10 എണ്ണം, അതുപോലെ വെള്ള 3 എണ്ണം. മൊത്തം 10 + 10 + 10 + 3 = 33. ജാനിക്കോ ഗ്രീൻ 10, റെഡ് 10, യെല്ലോ 9, വൈറ്റ് ഇല്ല. അപ്പോൾ 10 + 10 + 9 = 29. മനുവിനോ ഗ്രീൻ 10, റെഡ് 10, യെല്ലോ 10. അപ്പൊ മനുവിന് ടോട്ടൽ 10 + 10 + 10 = 30. 30 ആണല്ലേ. ഹു ഇസ് ദ വിന്നർ? ആരാണ് വിന്നർ? വിജയി ആമിയാണ്. ആമിക്ക് 33 ആണ്. ഏറ്റവും കൂടുതൽ കിട്ടിയത് ആമിക്കാണ്. ഹു ത്രെഡഡ് ദ സ്മോളസ്റ്റ് നമ്പർ ഓഫ് ബീഡ്സ്? ഏറ്റവും കുറവ് മുത്തുകൾ കോർത്തത് ആരാണ്? ജാനിയാണ്. 29 എണ്ണം മാത്രമേ കോർത്തിട്ടുള്ളൂ. മനുവിന് 30 ഉണ്ട്, ആമിക്ക് 33 ഉണ്ട്. ജാനിയാണ് ഏറ്റവും കുറവ് മുത്തുകൾ കോർത്തത്. അപ്പൊ അവിടെ ആരെന്നെഴുതും? ജാനി എന്ന് എഴുതണം. ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മൾ വർക്ക് ബുക്ക് പഠിച്ചപ്പോഴും ടെക്സ്റ്റ് ബുക്ക് പഠിച്ചപ്പോഴും ഈ ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന്റെ വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചർ മുകളിൽ ഐ ബട്ടണായിട്ട് കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറി വീഡിയോസ് കാണാവുന്നതാണ്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. തന്നിരിക്കുന്ന നമ്പേഴ്സുകളെ
ലാർജസ്റ്റിൽ നിന്ന് സ്മോളസ്റ്റിലോട്ടോ അല്ലെങ്കിൽ സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലോട്ടോ, വലുതിൽ നിന്ന് ചെറുതിലോട്ടോ അല്ലെങ്കിൽ ചെറുതിൽ നിന്നും വലുതിലോട്ടോ രണ്ടും ചോദിക്കാം. എഴുതുക എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് അതുപോലെ ഒന്ന് എഴുതി നോക്കാം. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ദ സ്മോളസ്റ്റ് നമ്പർ, ഇതിൽ ഏതാണ് ഏറ്റവും ചെറിയ നമ്പർ? തന്നിരിക്കുന്ന നമ്പറിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 3 ആണ്. അപ്പൊ 3 എന്ന് അവിടെ എഴുതുക. ദ ലാർജസ്റ്റ് നമ്പർ, തന്നിരിക്കുന്ന നമ്പറിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 48. അപ്പൊ 48 എന്ന് അവിടെ എഴുതുക. 48. നമ്പേഴ്സ് സ്മാളർ ദാൻ 20, 20നേക്കാൾ കുറവുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 20നേക്കാൾ താഴെയുള്ള നമ്പേഴ്സ്? 3, 8, 16, 19. അപ്പൊ ഏതൊക്കെ എഴുതാം? 3, 8, 16, 19. നമ്പേഴ്സ് ബിറ്റ്വീൻ 30 ആൻഡ് 40, 30നും 40നും ഇടയിലുള്ള നമ്പർ ഏതൊക്കെയാണ്? 30നും 40നും ഇടയിലുള്ള നമ്പർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 31 മുതൽ 39 വരെയുള്ള നമ്പറുകളിൽ ഏതെങ്കിലും നമ്പർ ഇതിലുണ്ടോ? ഉണ്ടല്ലേ, 31. അപ്പൊ 31, 31 എന്ന് അവിടെ എഴുതാം. നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 31, 31നേക്കാൾ വലിയ നമ്പറുകൾ ഏതൊക്കെയാണ്? 45, 48. 45, 48 മാത്രമല്ലേ ഉള്ളൂ 31നേക്കാൾ വലിയ നമ്പറുകൾ. അപ്പോൾ അവിടെ 45, 48 എന്ന് എഴുതണം. റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. തന്നിരിക്കുന്ന സംഖ്യകളെ ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം? ഏറ്റവും ചെറിയ സംഖ്യ 3, അത് കഴിഞ്ഞോ 8, 16, 19, 23, 27, 31, 45, 48. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3, 8, 16, 19, 23, 27, 31, 45, 48 എഴുതുമല്ലോ. ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അടുത്തത് ഒരു മുൻവർഷ ചോദ്യമാണ്. ആക്ടിവിറ്റി 8, ലെറ്റ്സ് വെയർ ബാംഗിൾസ്. വളകൾ ഇടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു പാവയെ കണ്ടല്ലോ. ഇൻ വിച്ച് വേസ് ക്യാൻ വി വെയർ 11 ബാംഗിൾസ് ഓൺ 2 ഹാൻഡ്സ്? 2 കൈകളിലുമായി 11 വളകൾ ഏതൊക്കെ രീതികളിൽ ഇടാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ നെയിമും റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ് എന്ന് തന്നിട്ടുണ്ട്. അതായത് വളകൾ ഇടുന്നവരുടെ പേരും റൈറ്റ് ഹാൻഡിൽ വലത് കൈയിൽ എത്ര വളയിട്ടു, ലെഫ്റ്റ് ഹാൻഡിൽ ഇടത് കൈയിൽ എത്ര വളയിട്ടു എന്നുമാണ് നമ്മൾ എഴുതേണ്ടത്. പക്ഷേ 2 കൈയിലും കൂടി എത്ര വളകളെ പാടുള്ളൂ? 11 വളകളെ പാടുള്ളൂ. ആമി റൈറ്റ് ഹാൻഡില് 6 വളയിട്ടു, ലെഫ്റ്റ് ഹാൻഡില് 5 വളയിട്ടു. അങ്ങനെ ടോട്ടൽ എത്രയായി? 6 + 5 = 11 ആണ്. ജാനി നമുക്ക് എത്ര കൊടുക്കാം? റൈറ്റ് ഹാൻഡില് 7 കൊടുക്കാം. എങ്കിൽ ലെഫ്റ്റ് ഹാൻഡിൽ എത്ര ബാക്കി വരും? ബാക്കി 4 കാണും അല്ലേ. 7ന്റെ കൂടെ 4 കൂട്ടിയാലല്ലേ 11 കിട്ടുന്നത്. അപ്പോൾ 7 + 4 = 11. മനു റൈറ്റ് ഹാൻഡിൽ 8 ഇട്ടു. അപ്പൊ ലെഫ്റ്റ് ഹാൻഡിൽ എത്ര ഇടണം? ലെഫ്റ്റ് ഹാൻഡിൽ 3 ഇടണം അല്ലേ. 8 + 3 = 11. അടുത്ത റാണി റൈറ്റ് ഹാൻഡിൽ 9 ഇട്ടു. 9 വളയിട്ടു റൈറ്റ് ഹാൻഡില്. ബാക്കി എത്രയുണ്ട് ലെഫ്റ്റ് ഹാൻഡിൽ ഇടാൻ? 2. 9 + 2 11 അല്ലേ. ഇനി റയാൻ റൈറ്റ് ഹാൻഡിൽ 10 വളയിട്ടു, 10 വളയിട്ടു. എങ്കിൽ ലെഫ്റ്റ് ഹാൻഡിൽ എത്ര ഇടണം? ഒന്നും കൂടി ഇട്ടാൽ 11 ആവുമല്ലോ. 10 + 1 = 11. അടുത്ത് ജാൻസിയാണ്. ജാൻസിക്ക് എത്ര വള ഇടാൻ പറ്റും? ജാൻസി റൈറ്റ് ഹാൻഡിൽ 5 ഇട്ടു. എങ്കിൽ ലെഫ്റ്റ് ഹാൻഡിൽ എത്ര ഇടണം? 5 കഴിഞ്ഞ് എത്ര കൂട്ടിയാൽ 11 കിട്ടുമെന്ന് നോക്കണം. 5ന്റെ കൂടെ എത്ര കൂട്ടണം? 6. അപ്പോൾ 5 + 6 = 11 എന്ന് എഴുതാം. അപ്പോൾ മാത്സ് എക്സാമിന് പോകുന്നതിന് മുന്നേ അഡിഷൻ, സബ്സ്ട്രാക്ഷൻ കൂട്ടാനും കുറയ്ക്കാനും നല്ലതുപോലെ അറിയണം. ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, 10കൾ തമ്മിൽ കൂട്ടാൻ അറിയണം, 5കൾ തമ്മിൽ കൂട്ടാൻ അറിയണം, ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് വലുതിൽ നിന്ന് ചെറുത് എഴുതാൻ അറിയണം. അതുപോലെ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ എഴുതാനും വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ എഴുതാനും പഠിച്ചിരിക്കണം. പിന്നെ ചിത്രങ്ങൾ തന്നിട്ട് അതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ കൂട്ടി എഴുതാനായാലും കുറയ്ക്കാനായാലും ഒക്കെ നിങ്ങൾ അതിൽ നിന്ന് ചെയ്യണം. കളർ ചെയ്യാനുള്ള ചോദ്യം കാണും. അപ്പോൾ നന്നായിട്ട് കളർ ചെയ്യുക. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഉത്തരങ്ങൾ എടുത്തെഴുതുക. ചെയ്യുമല്ലോ. എങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെ ചോദ്യപേപ്പറുമായി കാണാം. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ലതുപോലെ എക്സാം എഴുതുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.